ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാൻ റസിയ ലത്തീഫ്. കഴിഞ്ഞ തവണ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു രുചി എന്ന പുസ്തകത്തെക്കുറിച്ച്. അതിൽ ആദിവാസികളുടെ ഒരു റെസിപ്പി 15 വാൾ പൊതിഞ്ഞ് തീക്കണ്ണിൽ ചുട്ടെടുത്ത ഒരു മീനിൻ്റെ റെസിപ്പി അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് വാഴയിലകൾ, 2 മീനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി 30 വാഴയിലകൾ, ഒരു മീനിന് 15 വാഴയില വേണം. അങ്ങനെ കരിമീൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഉപ്പും മുളകും കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്തിട്ട് അതൊന്ന് പുരട്ടിയിട്ട് ഒരു 2-3 മണിക്കൂർ വെച്ചിരുന്നു. എന്നിട്ട് അത് വാഴയിൽ പൊതിയുന്നതിന് മുമ്പ് ഒന്നും കൂടെ മസാല അതിന് മുകളിലേക്ക് പുരട്ടുന്നുണ്ട്. അവരുടെ റെസിപ്പിയിൽ ഉപ്പും മുളകും ചെറുനാരങ്ങ നീരും കുറച്ച് കുരുമുളകും കൂടി മാത്രമാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ഒന്നുകൂടി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം അരച്ച് ചേർത്ത് ഒന്നുകൂടി ടേസ്റ്റി ആക്കിയിട്ടുണ്ട് മസാല. എന്നിട്ട് 15 വാഴയിലയിൽ പൊതിഞ്ഞെടുക്കണം. 15 വാഴയിലയും പൊതിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് കനലിൻ്റെ മുകളിൽ വെച്ച് ചുട്ടെടുക്കണം. 13 വാഴയിലയും ഓരോന്നായി കരിഞ്ഞ് 13 വാഴയിലയും കരിഞ്ഞ് പോയതിന് ശേഷം അവസാനം 2 ഇല ബാക്കിയാകുമ്പോൾ നമ്മളത് കനലിൽ നിന്ന് മാറ്റണം. അങ്ങനെയാണ് അവരുടെ റെസിപ്പിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 മീനും ഞാൻ 15 വാഴയിലയിൽ ചുറ്റി കെട്ടി വെക്കുന്നുണ്ട്. അങ്ങനെ 2 മീനും ഞാൻ ചുറ്റിക്കെട്ടി വെച്ചു. ഇനി കനൽ കത്തിക്കണം. തീ നന്നായി കത്തി കനലായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ എടുത്ത് വെക്കാം. ഇതിൽ തിരിച്ച് മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇലകൾ ഓരോന്നായിട്ട് കരിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിത് ചുടുന്നത് എൻ്റെ അടുക്കള ഭാഗത്തെ പുറത്ത് കടപ്പക്കല്ല് വെച്ച ഒരു തണാണ്. ആ തണമേലാണ് ഈ കനൽ ഒരു ട്രേയിൽ, ഒരു അലുമിനിയം ട്രേയിൽ വെച്ചിട്ടിത് ചുടാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ പേടിയുണ്ട്, ആ കല്ല് ചൂട് തട്ടിയിട്ട് പൊട്ടുമോയെന്നൊരു പേടിയുണ്ട്. പൊട്ടിപ്പോയി. അയ്യോ കടപ്പക്കല്ല് 2 പീസായിപ്പോയി. ഇനിയിപ്പോൾ നമുക്കിത് മാറ്റി വേറെ സ്ഥലത്ത് വെക്കണം. ഞാനൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ഇരുമ്പിൻ്റെ സ്റ്റാൻഡ്, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ബാക്കി ഭാഗം കൂടി വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ സമയമായിട്ടില്ല. 2 ഇലകൾ മാത്രമേ കരിഞ്ഞിട്ട് പോയിട്ടുള്ളൂ. ഇനിയും 11 ഇലകൾ കരിഞ്ഞു പോകാനുണ്ട്. കുറേ സമയം എടുക്കുന്നുണ്ട്. കുറേ സമയമായി തിരിച്ചും മറിച്ചും വെക്കാൻ തുടങ്ങിയിട്ട്. ഇനി ലാസ്റ്റ് എന്താവുമെന്നറിയില്ല, നമുക്ക് നോക്കാം. ഇതിപ്പം മീൻ വെന്ത് വാഴയിലയിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. മീനിൻ്റെ തല പുറത്ത് കാണുന്നു. അതെനിക്കൊരബദ്ധം പറ്റിയതാണ്. ആദ്യം ചുറ്റുന്ന ഇല നന്നായിട്ട് ചുറ്റിക്കെട്ടി വെക്കണമായിരുന്നു. ഞാൻ പൊതിഞ്ഞ് മാത്രമേ വെച്ചിട്ടുള്ളൂ, അവസാനം മാത്രമേ ചുറ്റിക്കെട്ടിയത്. അപ്പോൾ അതുകൊണ്ട് മീൻ പുറത്തേക്ക് വന്നു. എന്നാലും കുഴപ്പമില്ല, ആയിക്കഴിഞ്ഞു. അങ്ങനെ എല്ലാം കരിഞ്ഞ്, ഒരുപാട് ഇലകൾ കരിഞ്ഞ്, 13 കരിഞ്ഞു പോയിട്ടുണ്ടാവും. മനസ്സിലാവുന്നൊന്നുമില്ല എത്ര കരിഞ്ഞു പോയിന്ന്. കുറേ ഇലകൾ കരിഞ്ഞ് പൊടിഞ്ഞ് പുറത്തേക്ക് പോയിട്ടുണ്ട്, പാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി. ഇനി നമുക്കത് തുറന്ന് നോക്കാം. വലിയൊരു കുഴപ്പമൊന്നുമില്ല, ശരിയായിട്ടുണ്ട്. ഇനി അവരുടേത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മൾ ചെയ്തപ്പോൾ ഇങ്ങനെയായി. വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് മീൻ. എന്നാലും ഇത്രയും ശരിയാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. എന്തായാലും എനിക്കിഷ്ടമായി.
നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നറിയില്ല. ഇഷ്ടമായെങ്കിൽ പറയണേ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.